ഇനി നമുക്കിവിടെ കുടിക്കാൻ എന്തുണ്ട്? ഇനി നമുക്കിവിടെ കുടിക്കാൻ എന്തുണ്ട്? കുടിക്കാൻ വെള്ളമുണ്ട്, ജ്യൂസ് ഉണ്ട്, എന്താ കൊക്കക്കോല ഉണ്ട്, പെസ്പി ഉണ്ട്, സെനവപ്പുണ്ട്. അതായത് നമ്മൾ ദുബായിൽ വന്നപ്പോൾ തന്നെ ഈ ഏരിയ നമുക്ക് ഇഷ്ടപ്പെട്ടിട്ട് എന്ത് ചെയ്തു, നമ്മൾ വിലക്കെട്ടിക്കണേ. ഇപ്പോൾ 2 ഡീല് നടന്നാൽ ഈ ഏരിയ ഈ സൈഡ് ഫുള്ള് നമ്മൾ വാങ്ങും. ഏതറിയോ ആ സൈഡ്, ആ ചെറിയ പന്തലുണ്ടോ, അതിന് സൈഡിൽ 2 ചെയർ ഇട്ടിരിക്കാൻ വൈകുന്നേരം 50 റംസ് മാത്രം, ഫുൾ വ്യൂ. ശരി, പോവാ പോവല്ലേ? മാനേജർ, why you are late? Then who is late? Oh, inspired haircut. ചോനെ അല്ലാ കാക്ക. വരി. എല്ലാരും കയറുന്നോളി. ജിമ്മി കമോൺ. ഫാത്തിമ ഇതാര്? ഉഷാദുപ്പ കൊല്ലം. ഫസ്റ്റ് ഈസ് ഓഫീസ് കോൾ ചെല്ലിയാലേ മഹഫൂസിക്ക വിളിച്ചിട്ടുണ്ട്. ഇന്ത്യയിലെ ടെക്സ്റ്റ് മെസ്സേജ് ഉണ്ട്, മഹഫൂസിക്ക വിളിച്ചിട്ടുണ്ട്. എല്ലാരും അല്ലേ? ഹേയ് ജിമ്മി, ദിസ് ഈസ് മൈ ഫ്രണ്ട്. His name is Assalamu alaikum. He's from Japan. He's from Japan. Naruto, Uzumaki Naruto is his name, and he's from Japan actually. And this is his elder brother who is studying in 7th standard, and this guy is studying in 1st standard. Which school? Coronation School. Coronation School. Graduation School. Gulf Asian. Gulf Asian School. Okay. Your standard. Vaamute. Nada gastane. Edutho. ഹായ്. ഓൾഡേനാടാ മേലെ. ശരി പെട്ടെന്ന് എടുക്കാം. ഒരു പരിപാടിൻ്റെ ആൾക്കാർ വിളിക്കുന്നുണ്ട്. സെൽഫി എടുക്കാം. നിങ്ങളില്ലേ? ഓക്കെ സീ യു. എല്ലാവരും ഞങ്ങൾ ഓടിന പരിപാടിൻ്റെ അവിടെ വിളിക്കുന്നു. ഓക്കെ സീ യു. എങ്ങനെ മാക്സിമം സമയം എടുത്തിറങ്ങും കേട്ടോ. ഓക്കെ വെറുതെ ലൈ, ഇറ്റ്സ് എ ലൈ. അപ്പൊ സുഹൃത്തുക്കളെ, നമ്മൾ പരിപാടിക്ക് പോവുകയാണ്. എല്ലാരും ഇല്ലേ? കുടുങ്ങി. What happened? ഇതിൽ വരാ. അല്ല ഓക്കെ. അസ്സലാമലൈക്കും. അപ്പൊ എത്തിയില്ലേ? പോയിട്ടില്ലേ? ഒപ്പണ് പോവാ. അന്ന് ട്രെയിനില് നമ്മളെല്ലാരും ഓക്കെ. ഞാൻ കരുതി തങ്ങള് പോയിട്ടാ. നമ്മളോട് ആദ്യം പോകുന്നു പറഞ്ഞില്ലേ? എന്തേ? അല്ലേ ഓഫീസ്കാരുടെ അടുത്ത് ഏൽപ്പിച്ചാലും മതി. ഓഫീസ്കാ വണ്ടി ഉണ്ടോ? അല്ല വണ്ടി ഉണ്ട്, ഞാൻ പറയാ. ഷാനോ അങ്ങോട്ട് എത്തിക്കണം. പോവാ. ഞാൻ അങ്ങോട്ട് നിൽക്കാം.
നോ ബ്രോ നല്ല എടുത്തോളൂ കുഴപ്പമില്ല. അവിടെ പോവാ പോവാ ഇതിലല്ലേ എന്ത് പ്രശ്നം? ഞാൻ റെഡി. ജിതില് ഓഫീസ് കാനും കയറ്റാൻ പറയും. പറഞ്ഞോടി തങ്ങളെ വണ്ടി മുന്നിൽ വിടാൻ പറഞ്ഞോളി. ആ നമ്മള് ബാക്കിലായത്. എന്നോട് എന്നാ പറഞ്ഞ തങ്ങൾ ഫസ്റ്റ് പോകുന്ന പറഞ്ഞേ. പാർക്കിങ്ങിൽ ഇറക്കാനുള്ള ഓപ്ഷൻ ഉള്ളൂ. ആ എങ്ങനെയാലും എല്ലാരും പാർക്കിങ്ങിൽ ഇറങ്ങുള്ളേ. ഓക്കെ അല്ല ഈസ എടുക്കും ചെയ്യും. ഈസ അങ്ങനത്തെ അതിലൊരു വണ്ടി എടുക്കുക. രണ്ടു വാക്ക് പറഞ്ഞാണ് എനിക്ക് മുണ്ടാൻ വയ്യ. 2 വാക്ക് ഞാൻ കുട്ടിത്തം വിട്ടിട്ടില്ല അങ്ങനെ പറയരുത്. അത് പാളിയോ ആയിക്കോട്ടെ. മുയലിന്റെ ഇങ്ങനൊക്കെ ഉണ്ടാവും ചിരിച്ചുമ്പോ. ക്ലീൻ സേവ് ഒക്കെ ചെയ്തണ്ടായി. കുട്ടപ്പനായി വന്നിക്കണേ. ആള് മാറിയോ? വേറെ ലുക്കുണ്ടോ? താടിയല്ല, രോമം. അവിടെ കുറച്ച് ബ്ലാക്ക് ഇങ്ങനെ ഡോട്ട്സ്. ഇല്ല തൊട്ടിയോ? മൂക്കിനും ചെറുതായിട്ടൊരു കുത്ത്. സുഹൃത്തുക്കളെ ഇവിടെ ജിംഷത്തിലെടുത്തോ സിയ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൻ്റെ 6th ഔട്ട്ലെറ്റ് ഇനോഗ്രേഷന് വേണ്ടിയിട്ട് നമ്മളെല്ലാവരും പുറപ്പെടുകയാണ്. നമ്മുടെ സ്വന്തം UW മാൾ മൻകൂരിൽ വെച്ചിട്ടാണ് പരിപാടി നടക്കുന്നത്. അപ്പോൾ ഇന്നലെ ഇന്നൊക്കെ ആയിട്ട് നമ്മൾ പറയുന്നുണ്ട്, നമ്മളെ യൂട്യൂബിലുള്ള ആൾക്കാരോട് ഇൻസ്റ്റാഗ്രാമിലുള്ള ആൾക്കാരൊക്കെ വരി, നമുക്ക് അവിടെ നിന്ന് കാണാൻ മീറ്റ് ചെയ്യാന്നൊക്കെ പറഞ്ഞു. ഓലൊക്കെ വരുമോ ഇല്ലേ എന്നൊക്കെ നമുക്ക് നോക്കാം. വെറും വ്ളോഗ് മാത്രം കണ്ടുകൊണ്ട് വരിയിൽ നിന്ന് ആസ്വദിക്കണോ, നമ്മളെ നേരിട്ട് കാണാൻ വരുന്നുണ്ടോ? അപ്പോൾ ഓലൊക്കെ അങ്ങോട്ട് വരുന്നുണ്ടോ ഇല്ലേ നമുക്ക് നോക്കാം ഇൻഷാല്ലാ. എന്തായാലും വി ആർ എക്സൈറ്റഡ് ബിക്കോസ് നമ്മൾ ഇത്രയും ആൾ ഫസ്റ്റ് ടൈം അല്ലേ? ഓക്കെ, നമ്മൾ ഇതിന് മുമ്പ് ഒരു പരിപാടിക്ക് വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ ഇതിപ്പോൾ നമ്മളെ സെക്കൻഡ് ടൈമാണ് ഈ പരിപാടി. ഇത്രയും മെമ്പേഴ്സ് വരുന്നൊരു പരിപാടിയാണ് ഈ പരിപാടി. അപ്പോൾ എന്തായാലും എല്ലാവരും ഉദ്ഘാടനത്തിന് വേണ്ടി പുറപ്പെട്ടു. നൂണാണോ പോയത്? തലപത്തര യൂണിക്കോൺ 200-ലാണോ പോയത്? അപ്പോൾ എന്തായാലും ഞാൻ അവിടെ എത്തിയിട്ട് വിഷ്വൽസും കാര്യങ്ങളൊക്കെ കാണാം. അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ടും സബ്സ്ക്രൈബ് ചെയ്തിട്ട് വ്ളോഗ് കണ്ടു തുടങ്ങുക. വി ആർ about to hit 21 lakh സബ്സ്ക്രൈബേഴ്സ്. സോ ഇന്ന് നല്ലൊരു ദിവസമാണ്, നല്ലൊരു ഞായറാഴ്ചയാണ്. അപ്പോൾ ഈ വ്ളോഗ് ചിലപ്പോൾ തിങ്കളാഴ്ച ആകുമ്പോൾ വരും. എന്നാലും എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് കണ്ട് വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യുക. ഇനി അവിടുത്തെ വിഷ്വൽസും കാര്യങ്ങളും നമ്മൾ കാണിച്ചു തരുന്നതാണ്. സുഹൃത്തുക്കളെ, നമ്മൾ പരിപാടിൻ്റെ അവിടെ എത്തി. അല്ലാ, ഈ സൈഡിലൊക്കെ ആൾക്കാർ മാഷാല്ലാ. അതാണ് UW മാളിലെ.
ഗൈസ് നമ്മളെ പോസ്റ്ററാണ് ആ വാളിലിട്ടിരിക്കുന്നത്. ദുബായ് ടൗണിൽ ബുർജുമാൻ നഗരത്തിൽ നമ്മളെ പോസ്റ്ററാണ് അവിടെ മാളിൻ്റെ വാളിൽ കൊടുത്തിട്ടുള്ളത്. പേടിയാണ്. എടാ ഈ സൈഡിലൊക്കെ ആള് ഷാനോ 0.5 ഇട്ടൊക്കെ ചോദിച്ചോ. ഇല്ല ക്ലാസ് അകത്തുള്ള എന്തെങ്കിലും വിഷയം ഉണ്ടായാലേ പോലീസ് പരടത്തി പോകാൻ പറയില്ലേ, സ്പോട്ടിലേക്ക് പിരിച്ചുവിടും. നമ്മള് തങ്ങള് മുമ്പിലേക്ക് കയറി, തങ്ങള് പോയി. അതിനടുത്ത് ഞാനും മറ്റവരുണ്ട്. അപ്പൊ എന്തായാലും നമ്മള് ബ്ലോക്കിലാണ്. ബ്ലോക്ക് ഒന്ന് കഴിഞ്ഞെത്തുമ്പോ കാണാം. അപ്പൊ ഗൈസ് നമ്മള് പരിപാടിൻ്റെ അവിടെ എത്തിയിട്ടാ. കാണുന്നുണ്ട് കേട്ടോ. സീൻ വന്യൂല ഹിംഷ. കെട്ടിട നഗരങ്ങൾക്ക് നടുവിൽ പാർക്കിങ്ങിലേക്ക് കയറുകയാണേ. കയറുകയാണ് പാർക്കിങ്ങിലേക്ക് കയറുക. ഇതാ പാർക്കിൻ്റെ ഉള്ളിലേക്ക് കയറുകയാണ്. ഓക്കെ ഓക്കെ അങ്ങോട്ട് ഒരു എൻ്റെ ബാക്കിൽ തന്നെ ഉണ്ട് 2 വണ്ടി. ഓപ്പണോ? എങ്ങനെ ഇവിടെ ആയോണ്ടേ ഈ വണ്ടി കണ്ടാലും ആരും ശ്രദ്ധിക്കൊന്നുമില്ല. എന്തായാലും ഉറപ്പാവും. അപ്പൊ എന്തായാലും നമുക്ക് ഉള്ളിലേക്ക് പോയോക്കട്ടാ. Hi, this is Shah. I'm your close production. Listen, ഞാൻ മലയാളത്തിൽ പറഞ്ഞുതരാം. നിങ്ങൾ ഇവിടെ ഫുള്ള് ക്രൗഡാണ്. അതുകൊണ്ട് നിങ്ങൾ ഞങ്ങളുടെ കൂടെ സ്ട്രൈറ്റ് ആയിട്ട് വരിക. ആർക്കും സെൽഫി എടുക്കാനോ ഇതൊന്നും സ്റ്റോപ്പിൽ നിൽക്കണ്ട. ഒരാൾക്ക് സെൽഫി എടുക്കാൻ നിന്നാൽ എല്ലാവർക്കും വന്നുകൊണ്ടിരിക്കും. ഞങ്ങൾ നിങ്ങളെ ഫോളോ ചെയ്യുന്നത് ഞങ്ങളെ ഫോളോ ചെയ്ത് അതേപോലെ ഞങ്ങളുടെ കൂടെ വരിക. ഓക്കെ. ക്രൗഡ് ജസ്റ്റ് ഒരു അൺകൺട്രോൾ ക്രൗഡിൽ ഒന്ന് കൺട്രോൾ ചെയ്യണം. ഓക്കെ അല്ലേ? സെറ്റല്ലേ? ഓക്കെ അല്ലേ? നമ്മളെ കൂടെ നടന്ന് അങ്ങനെ That's not a problem. No problem. I don't want to concern for you. ഓല നോക്കിയാ ഓല വിടണേ പറയാ. No. തങ്ങളെ കൂടെ ഒരുമിച്ചായിട്ട് പോകും. ഞാൻ മേലോട്ട് പോലെ ഈ മോളുടെ ഓണറാണ്. അതിലെന്തൊക്കെ പോവില്ല. തങ്ങളായി കുടിക്കട്ടോ. അല്ല സെൽഫി അല്ല അനാശയിൽ ക്രൗഡുണ്ട്. മറന്നാളായില്ല പോയാ. ഓക്കെ ഫൈൻ. ഒരു സ്റ്റെപ്പ് കയറിക്കോ. ക്ലിയർ എൻ്റെ കൂടെ വരട്ടാ. ഒരു
ദുബായ് കാണാത്ത ക്രൗഡാണ്. തങ്ങളവിടെ നമുക്ക് എല്ലാവർക്കും ഒരു ഫോട്ടോ എടുക്കാം. എന്നാ മടക്കം 2 ദിവസത്തിനുള്ളിൽ നിലമ്പൂര് നമ്മളെ സൗകര്യത്തിലാണ് അവിടെ. ഞങ്ങള് നോക്കണേ ഇടക്കിറാക്കണ്ട അവിടെ. ഹായ്. ഷോൾഡർ ബാക്ക് നിൽക്കണേ, ഷോൾഡർ പുറത്താവല്ലേ പുറത്തോ. ഹായ്.
ഉള്ളി നേരത്തെ അടിപൊളിയായി. ഒന്ന് ഫ്രണ്ടിലാണ് സമയത്തിനോട് ഞാൻ ഉണ്ടാവുന്നതല്ല. ഷെഫീഖ് For us, what is his location, please? Where he is going? Open the way. Please open here. Let's go. Go in front. Please open. Hey! Open the way. Move your side. Open. Good evening. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് നിങ്ങൾ ഓരോരുത്തരും ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് ഹനാൻ സാറെ കാണാനാണെങ്കിൽ ഹനാൻ പോലും ഞെട്ടിയില്ലേ? ശരിക്കും നമ്മൾ ഞെട്ടിച്ചിരിക്കുകയാണ് ദുബായ്. എന്തായാലും നിങ്ങളുടെ ഈ ഒരു ആവേശവും സന്തോഷവും ഒക്കെ കുറച്ച് സമയം കൂടി നമുക്ക് വേണ്ടി കാത്തുവെക്കുക. കാരണം ഇന്നത്തെ ഈ ഒരു ദിവസം ഹനാന് നമുക്ക് വേണ്ടി ഇവിടെ എത്തിച്ചിരിക്കുന്നത് സിയ ഗോൾഡ് ഡയമണ്ട്സ് ആണ്. Yes. Once again. ഒറ്റ കാര്യം ചോദിക്കട്ടെ. എന്തായാലും സിയ ഗോൾഡ് ഡയമണ്ട്സിന്റെ ആറാമത്തെ ബ്രാഞ്ച് ഇതാ ഇവിടെ UW മോളിൽ സമർപ്പിക്കപ്പെടുകയാണ്. കേവലം 3 വർഷം കൊണ്ട് യുവയുടെ സ്വർണ്ണ ഭൂപടത്തിന്റെ നിർമ്മിച്ച ബ്രാഞ്ച് സിയ ഗോൾഡ് ഡയമണ്ട്സ് അവരുടെ ആറാമത്തെ ബ്രാഞ്ച് ഔപചാരികമായി നമുക്ക് വേണ്ടിയിട്ട് ഇവിടെ ഗുരുസഭയിൽ വെച്ച് സമർപ്പിക്കുകയാണ്. So guys. Yes. തീർച്ചയായിട്ടും കാരണം നിങ്ങളുടെ ഈ ആവേശമൊക്കെ എന്താ നമുക്കറിയാം. ഹനാന്റെ പാട്ട് കേൾക്കട്ടെ. ഹനാന്റെ പാട്ട് കേൾക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് അതിന് മുന്നേ ഒരു ചെറിയ ഫംഗ്ഷൻ ഔപചാരികമായിട്ട് നമുക്ക് ഇന്ന് സിയ ഗോൾഡ് ഡയമണ്ട്സിന്റെ ആറാമത് ബ്രാഞ്ച് ഇനാഗുറേറ്റ് ചെയ്യണം. വിത്തിൻ മിനിറ്റ്സ് നമ്മൾ ഇനാഗുറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഉടൻ തന്നെ നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ നമ്മൾ നേരെ ഹനാന് പോകുന്നതിന് വരുന്നതായിരിക്കും. Myself, Basim Rautan. Once again, guys.
ഹനാനെ കാണാമെന്നവർക്ക് ഒരു സമ്മാനം തരട്ടെ. പിന്നെ സ്വർണ്ണ സമ്മാനം തരാൻ വേണ്ടി പോകുന്നത് കുഞ്ഞുങ്ങൾ ശ്രദ്ധിച്ചു കേട്ടോ. ഇന്നത്തെ ഈ ഷോ, ഈ ഒരു ഇവന്റ് ഹനാനെ കാണാൻ വേണ്ടി വന്നവർ മനോഹരമായ വീഡിയോസ് പകർത്തി നിങ്ങളുടെ സോഷ്യൽ മീഡിയയിൽ സിയ ഗോൾഡ് ഡയമണ്ട്സിനെ ടാഗ് ചെയ്ത് പോസ്റ്റ് ചെയ്യുകയാണെങ്കിൽ സെലക്ട് ചെയ്യപ്പെടുന്നവർക്ക് വൗച്ചേഴ്സ്, ഗോൾഡ് വൗച്ചേഴ്സ് സമ്മാനം കിട്ടും. ശരി ശരി, നമുക്ക് എന്തായാലും പെട്ടെന്ന് തന്നെ പരിപാടിയിലേക്ക് പോകാം. എല്ലാവരും കാത്തിരിക്കുന്ന പോലെ നമുക്ക് ഹനാന്റെ പ്രോഗ്രാം കേൾക്കണം. സോ ഗൈസ് യുഎന്റെ നാഷണൽ അന്ന് പ്ലേ ചെയ്യാൻ വേണ്ടി പോവാണ്. നമ്മുടെ രാജ്യം, നമുക്ക് അന്നം തരുന്ന രാജ്യമാണ്. ഈ ഒരു നാടിനുള്ള നമ്മുടെ റെസ്പെക്ട് കാണിക്കാം. പ്ലീസ് നാഷണൽ ആന്തം പ്ലീസ്. DJ എവിടെ? ഇത്രയും സ്നേഹം നിങ്ങൾ ഹനാന് കൊടുക്കുമ്പോ നമുക്കൊക്കെ വേണ്ടിട്ട് ഹനാനെ ഇവിടെ കൊണ്ടുവന്ന സിയ ഗോൾഡിന് വേണ്ടിട്ട് അല്പസമയം പ്ലീസ്. നിങ്ങൾ കോപ്പറേറ്റ് ചെയ്യാൻ പറ്റൂ, നിങ്ങൾ സഹായിച്ചു പറ്റൂ. കാരണം നമുക്കൊരു ഔപചാരിക ഉദ്ഘാടനം സിയ ഗോൾഡ് ഡയമണ്ട്സിന്റെ ഇനാഗുറേഷന് ശേഷം മാത്രമേ ഹനാന്റെ പെർഫോമൻസിലേക്ക് പോകാൻ പറ്റൂ. കാരണം അവരാണ് ഹനാനെ കൊണ്ടുവന്നിരിക്കുന്നത്. ഹനാനെ കൊണ്ടുവന്നിരിക്കുന്നത് അവരാണ്. അവർ 10 മിനിറ്റിനകം വെച്ച് നമ്മൾ ഇനാഗുറേഷൻ പൂർത്തിയാക്കും. DJ എവിടെ? ഓക്കെ, വിഷൻ. Yes, and Ziya Gold Diamonds'ന്റെ CEO Mr. Saifuddin. Guys, one second. നമ്മൾ എത്തിയിരിക്കുന്ന സിയ ഗോൾഡ് ഡയമണ്ട്സിന് വേണ്ടിയിട്ട് ആയതുകൊണ്ട് ഒരേ ഒരു കാര്യം പറഞ്ഞോട്ടെ. 96 സൗദിയിൽ തുടങ്ങിയ ഒരു കുടുംബത്തിന്റെ വ്യവസായം ഇന്ന് ഇവിടെ ദുബായിലേക്ക് എത്തി വെറും 3 വർഷക്കാലം കൊണ്ട് തങ്ങളുടെ 6ാമത്തെ സ്വർണ്ണാഭരണശാല തുറന്നുകൊണ്ട് വിജയകരമായി മുന്നോട്ട് പോവുകയാണ് സിയ ഗോൾഡ് ഡയമണ്ട്സ്. അതിന്റെ സാരഥ്യം ഏറ്റുവാങ്ങിയിരിക്കുന്ന ഈ 3 യുവാക്കൾ, ഇവർ 3 പേരുള്ള നല്ല കൈകൊടുക്കും പ്ലീസ്. ഈ കുടുംബത്തിന്റെ ഭാഗമായി സിയ ഗോൾഡ് ഡയമണ്ട്സിന്റെ ഭാഗമായി ഇതിന്റെ ഫൗണ്ടേഴ്സ് ആയിട്ടുള്ള 2 വ്യക്തിത്വങ്ങൾ അവരെ കൂടി വേദിയിലേക്ക് സാധനം ക്ഷണിക്കുകയാണ്. ഏതൊരു സ്വപ്നവും പൂർവണിയുന്നത് ത്യാഗത്തിലൂടെയും കഷ്ടപ്പാടിലൂടെയും കൂടിയാണ്, കഠിനാധ്വാനത്തിലും കൂടിയാണ്. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് സിയ എന്ന ബ്രാൻഡും ഈ കാണുന്ന ക്രൗഡും. മരുന്നാളുകളിൽ ഇതുപോലെ ഒരുമിച്ച് കൂടാൻ ഞങ്ങളോടൊപ്പം നിങ്ങളും ഉണ്ടാകണമെന്ന ആത്മവിശ്വാസം കൂടി ഓക്കെ. ഒരാളോട് സംസാരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഹനാന് നമ്മുടെ സ്നേഹസമ്മാനം കൊടുക്കാം. ഷബീബ് പ്ലീസ് രണ്ടുപേർക്ക്.
കൊണ്ടുവന്നത് വളരെയേറെ സന്തോഷമുള്ള ഒരു കാര്യമാണ്. ഇത്രയും ഒരു ക്രൗഡ് നമുക്ക് ഉണ്ടാവും നമ്മൾ ഒരിക്കലും അക്സെപ്റ്റ് ചെയ്തിട്ടില്ല. എല്ലാവരും വന്നതിന് നന്ദി. നിങ്ങൾക്ക് ഇനിയും നമ്മളുടെ പുതിയ സംരംഭമായിട്ട് നിങ്ങൾ മുന്നോട്ട് വരും. എല്ലാവർക്കും ഒരു ബിഗ് താങ്ക്സ് ടു ഓൾ. ഇനി നമ്മുടെ എൻ്റെ സിയാ ഗോൾഡൻ ഡയമണ്ട്സിന് വേണ്ടി ഇവിടെ കൂടിയിട്ടുള്ള എൻ്റെ ദുബായിക്ക് വേണ്ടി നമ്മുടെ ഒരു സ്നേഹ സമ്മാനം ഹനാന് കൊടുക്കാൻ പോവാണ് അല്ലേ? തീർച്ചയായിട്ടും അതിന് വേണ്ടിയിട്ട് നമ്മൾ സിയാ ഗോൾഡൻ ഡയമണ്ട്സിന്റെ ഫൗണ്ടേഴ്സ് ആയിട്ടുള്ള ശ്രീ ഖാദർ പുൽപ്പറമ്പിൽ നിസാർ അഹമ്മദ് പുൽപ്പറമ്പിൽ രണ്ടുപേരെയും ക്ഷണിക്കുകയാണ്. നമ്മുടെ ഈ ഒരു സ്നേഹത്തിന്റെ സൂചനയായ ഒരു ചിഹ്നമായ ഒരു പുരസ്കാരം ഹനാൻ നൽകുന്നതിന് വേണ്ടിയിട്ട് ഹനാൻ പ്ലീസ്. A token of love and token of appreciation from Zia Gold and Diamonds to Hanan Shah is here, presented by the founders Khader Pulparambil and Nisar Ahmad Pulparambil. നമ്മുടെ സിയാ ഗോൾഡൻ ഡയമണ്ട്സിന്റെ സാധനങ്ങൾക്ക് മുന്നോട്ട് വരാം. ഇതുപോലൊരു തുടക്കം, ഇതുപോലൊരു ആരംഭം, ഇതുപോലൊരു ഉദ്ഘാടനം. It's absolutely true moments. Yes, സിയാ ഗോൾഡൻ ഡയമണ്ട്സിന്റെ 6ാമത്തെ ബ്രാഞ്ച് ഇത്ര ജനലക്ഷങ്ങളെ സാക്ഷിയാക്കിക്കൊണ്ട് ഇതാ മുനിസിപ്പാലിറ്റി സമർപ്പിക്കപ്പെട്ടിരിക്കുകയാണ്. വീണ്ടും വലിയൊരു കൈയടി to Zia Gold and Diamonds. 6ാമത്തെ ബ്രാഞ്ച് ആണ് in the UAE that has opened out for you in the UW Mall. നിങ്ങൾക്ക് ഇന്ന് മുതൽ 100% വിശ്വസ്തയോടെ സ്വർണം മേടിക്കാൻ ഇടം എന്നുള്ളത് തന്നെയാണ് സിയ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പ്രോമിസ് ചെയ്യുന്നത്. എക്സാക്ട്ലി. വിശിഷ്ട പാലക്കാട് മുത്താസിലിന്റെ കാർമേഘത്തോ ഇംഗ്ലാസിലെ സിയ ഗോൾഡ് ഡയമണ്ട്സ് നമുക്ക് വേണ്ടി UW മാളിൽ തുറന്ന് പ്രവർത്തിക്കാൻ ആരംഭിച്ചിരിക്കുകയാണ്. ഓൾറെഡി യജമാനും പേരുകളുണ്ട് സിയ ഗോൾഡ്. സ്റ്റാർട്ട് ചെയ്യാനോ? എന്താ അതെനിക്ക് എങ്ങനെ ഇനി പാട്ട് പാടാവോ? On this auspicious occasion, സംസാരിക്കാൻ ക്ഷണിക്കുന്നു. അദ്ദേഹം പറഞ്ഞത് അതിന്റെ പ്രസൻസ് തന്നെയാണ് പ്രധാനം സംസാരിക്കുന്നില്ല എന്നുള്ളവരാണ്. Thank you so much. And if you could speak a few words. Okay. നമ്മുടെ മലയാളികളുടെ കരുത്തുണ്ട്. നമ്മുടെ എവരാതി സുഹൃത്ത് നമ്മുടെ ഇതിന്റെ അദ്ദേഹം അറബിയിലാണ് സംസാരിക്കാൻ പോകുന്നത്. എത്ര പേർക്ക് അറബി അറിയാം? കൈ ഉയർത്തിയേ. ആശിക്കതിന്റെ അടിയിലാണ്. എല്ലാവർക്കും നമസ്കാരം. അങ്ങോട്ട് കേൾക്കണ്ട, അങ്ങോട്ട് പക്ഷെ കുറച്ച് എത്തിയിട്ടുള്ളൂ. സോ
അങ്ങോട്ട് വരാം. ആദ്യം തന്നെ ഞാൻ പറയട്ടെ, ആദ്യം തന്നെ എല്ലാവരോടും താങ്ക്സ് ഇങ്ങനെ വന്നതിന്. കാരണം എനിക്കറിയില്ല ഞാൻ എന്താ ചെയ്ത് ഇത്ര ആള് വരാന്. കാരണം ഇങ്ങനത്തെ ഒരു നാട്ടില് ഞാൻ എന്റെ നാട്ടിൽ നിന്ന് മാറി ദുബായിൽ വരുമ്പോ നാടിനേക്കാൾ വലിയൊരു സ്വീകരണം എനിക്ക് ദുബായിൽ ഒരുക്കി വെച്ചിട്ടുണ്ടാവുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ലായിരുന്നു. സോ നിങ്ങൾ ഓരോരുത്തരോടും, കുട്ടികളും, ഉമ്മമാര്, ഉപ്പന്മാര്, ചെക്കന്മാര്, ഗേൾസ്, ബോയ്സ് എല്ലാവരോടും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ നന്ദി. സോ ഇന്ന് നമ്മൾ കുറച്ച് പേരോട് നിങ്ങൾക്ക് വേണ്ടി പെർഫോം ചെയ്യുന്നതാണ്. തിരക്കൊന്നും ഉണ്ടാക്കാതെ, നമ്മൾ കുറച്ച് ആൾക്കാരല്ലേ ഉള്ളൂ, അപ്പോൾ തിരക്കൊന്നും ഉണ്ടാക്കാതെ നിന്ന് നമുക്ക് അവസാനം വരെ കണ്ട് ഉഷാറാക്കി പോവാം. സോ എനിക്ക് സ്പെഷ്യൽ താങ്ക്സ് പറയാനുള്ളത് ഉമ്മമാരോടാണ്. ബിക്കോസ് ഞാൻ ഒരുപാട് ഉമ്മമാരോടെ കാണുന്നുണ്ട്, സാധാരണ കാണുന്ന കാഴ്ചകളല്ലാതെ. അപ്പോൾ ഓരോ എല്ലാവരോടും വന്നതിന് താങ്ക്സ്. താങ്ക് യു. കേട്ടോ. സീനാണോ? സീനുണ്ടോ? നല്ല സ്നേഹമുള്ള പിള്ളേര് പിടിച്ചിട്ട് വിറക്കണേ. സെറ്റല്ലേ? നമുക്ക് ആ റിഫ്ലക്ഷൻ കാരണം മാത്രം അല്ലേ? ചിന്തിച്ചോക്ക് വേറെ എവിടെ ലൈറ്റ് വരുന്നേ? പ്രാകാശിന്റെ നോക്കൂലേ? ഔട്ട് ഔട്ട് ഔട്ട്. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം. എന്നെ ഇഷ്ടമുള്ളവരാവും, എന്നെക്കാളേറെ എന്റെ ഉമ്മാനെ ഇഷ്ടമുള്ളവരാവും, ഇപ്പാനെ ഇഷ്ടമുള്ളവരാവും, എന്റെ അനിയന്മാരെ ഇഷ്ടമുള്ളവരാവും, എന്റെ കൂട്ടുകാരെ ഇഷ്ടമുള്ളവരാവും. സോ നിങ്ങളെല്ലാവരും നിങ്ങളുടെ തിരക്കുകളും സംഭവങ്ങളും ഒരു ഹോളിഡേ വീട്ടിലിരുന്ന് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു ദിവസം നിങ്ങൾ എല്ലാവരും ഇന്ന് ഇവിടെ വന്നു. സോ വൺസ് അഗൈൻ നമ്മളിവിടെ ക്ഷണിച്ചത് സിയ ഗോൾഡ് ആണ്. ഇപ്പൊ ഇവർക്ക് വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ എല്ലാവരും ചെയ്യുന്ന പോലെ വലിയൊരു ഗ്രൗണ്ടിൽ ഈ പരിപാടി വെച്ചിട്ട് ഇത്ര ആൾക്കാരുടെ ടിക്കറ്റ് വാങ്ങി ഇവിടെ നടത്താം. അതൊന്നും ഇല്ലാണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് നമ്മളെ നാട്ടിൽ നിന്ന് 8 പേരെന്ന് പറഞ്ഞപ്പോ 8 പേരും പിന്നെ ഇന്റെ ലാസ്റ്റ് ടൈമിൽ ആടായിട്ട് ബ്രദർ അഫിനും കൂടെ ഇവിടെ കൊടുക്കുന്നത് സിയ ഗോൾഡ് ആണ്. സോ ഇതില് 3 ആളെ എനിക്ക് എടുത്ത് പറയേണ്ടവര് ഇവര് 3 പേര് എനിക്ക് എടുത്ത് പറയേണ്ടതായിട്ടുണ്ട്. ഫസ്റ്റ് മുതൽ ലാസ്റ്റ് വരെ നമ്മൾ അത്രയും നല്ല രീതിയിൽ ടേക്ക് കെയർ ചെയ്താണ് ഓരോരുത്തരും കൊണ്ടായത്. സോ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന പോലെ തന്നെ അവരുടെ 6th ഔട്ട്ലെറ്റ് ആയിട്ടുള്ള സിയ ഗോൾഡിന്റെ ഇവിടുത്തെ ഔട്ട്ലെറ്റ് നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. സോ ഇൻഷാല്ലാ നാളെ നമ്മൾ അജ്മാനിലും വരുന്നുണ്ടാവും. അപ്പൊ എന്തായാലും ടീച്ചിന്റെ ലാസ്റ്റ് പാട്ട് വേണം വിളിക്കാം. ഓക്കെ, Hi bro, hi bro, hi bro. Hi bro, hi bro. എല്ലാരും എത്തിക്കണേ. എടാ മറ്റൊരാടെ ഒരു പോയില്ലേ? എടാ ഫാത്തിമ 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 കേപ്പി 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 എടാ കേപ്പി 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 എടാ കേപ്പി 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 എല്ലാരും എല്ലാരും
എന്റെ മോനെ എന്തത് യൂട്യൂബ് ചാനൽ. സുഹൃത്തുക്കളെ, എന്താണ് ഇന്ന് ദുബായിൽ നടന്നത്? എന്ത് കട്ടായോ മോനെ? ഇറങ്ങി ഓടിയതാ, ഞങ്ങളില്ലേ ഇറങ്ങി ഓടിയതാണ്. ഒന്നുമില്ല. അതിൽ നമ്മളിപ്പോ ഒരു പോസ്റ്റ് ഇട്ട് അതിലുണ്ടൊരു കമന്റ്, നാട്ടിലത്തെ റോഡ് ബ്ലോക്ക് ആക്കുകയാണെങ്കിൽ ഓക്കെ, അത് കുഴപ്പമില്ല, എല്ലാവരും ബ്ലോക്ക് ആകാം. ദുബായത്തെ റോഡ് പോയി ബ്ലോക്ക് ആക്കി ഓനെ പേടിച്ചോ. വടച്ചോനെ, ഇവിടെയുള്ള സകല മലയാളികളും പൊട്ടിളകി വന്നിന്. കുറെ ഉമ്മമാര്, ഈ കുടുംബങ്ങള്, കപ്പിൾസ്, ചെക്കന്മാര്, കുട്ടികള്, ചെറിയ കുട്ടികളൊരു പട വന്നിനി പഠിച്ചോനെ. അപ്പൊ എങ്ങനെ ഞങ്ങക്ക് താങ്ക്സ് പറയണം? ഒറ്റ വർത്താനുള്ളൂ, സ്റ്റീലേ സ്റ്റീലേ. ഞാൻ എക്സ്പെക്ട് ചെയ്തില്ല. ഞാൻ വിചാരിച്ചാൽ ആ ബാരിക്കേഡ് വെച്ചിട്ടില്ലേ, അപ്പൊ ശരിക്കും ഇന്നുണ്ടായ എന്താ വെച്ചാല് സൗണ്ട് ഒരു കുറച്ച് ആൾക്കാർക്ക് കണ്ടിട്ടാണ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. വലിയൊരു ഷോന്റെ ശരിക്കും വലിയ 5000 ആൾ 6000 ആളെ ഷോക്ക് ഇടുന്ന സൗണ്ട് ശരിക്കും അവിടെ ഉണ്ടിനി. നമ്മളിട്ട് ചെറിയ നാട്ടിലത്തെ ചെറിയ പരിപാടിക്കൊക്കെ കിട്ടുന്ന പോലത്തെ കുഴപ്പമില്ലാത്തൊരു സൗണ്ട്. ദുബായ് മെയിൻ റോഡ്. എന്നിട്ട് പോലീസ് വണ്ടി ഒരു സെക്കൻഡ്, പരിപാടി തുടങ്ങി കുറച്ച് കഴിഞ്ഞപ്പോ തന്നെ എന്തായി, 4 പോലീസ് വണ്ടി ലൈറ്റും കത്തിച്ച് ഇങ്ങനെ. അപ്പൊ തന്നെ ഞാൻ ബാക്ക് ഫസ്റ്റ് പിടിച്ച പോലീസ് വണ്ടി അഫീഫന്റെ ഒന്ന് വന്നിട്ടോ, ഇപ്പൊ 3 5ാമത്തെ വണ്ടി വന്നിട്ട് പോലീസ് വണ്ടികൾ വന്ന് അതിന്റെ ഹെഡ് താളുമ്പിലൊക്കെ വന്നിട്ട് പരിപാടി നിർത്തിച്ചു. അപ്പം എന്തായാലും എനിക്ക് ആൾക്കാരോട് പറയാനുള്ളത്, നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാതെ നിങ്ങളെല്ലാവരും ഇങ്ങനെ കെട്ടിപ്പൊളിഞ്ഞു വന്നത്. അപ്പൊ ഇൻഷാ അല്ലാ എന്ത് ചെന്നീ ഹാല എന്ത് തോന്നുന്നു ഇന്നത്തെ പരിപാടി? സീൻ പരിപാടി മുത്തേ. ഞാൻ വിചാരിച്ചേ ഫ്രണ്ട്സൊക്കെ വന്നിട്ട് ഇങ്ങനെ പോവാട്ടോ, ഒന്നും കാണാനല്ലേ കൂടെ പഠിച്ചോരെന്ന്. അപ്പൊ എന്നോട് ഡേ പഠിച്ച് കഴിച്ചോടെ നിൽക്കോടെ ഞാൻ പറഞ്ഞു ജാഗ്രത നിൽക്കാൻ. എടാ സെക്യൂരിറ്റിമാര് അയക്കൂല, ഓല് ഒരിക്കലും അയക്കൂല. ആയില്ലേ ഇംഷ ഓല് പറയണല്ലേ വ്ളോഗിന്റെ തുടക്കത്തില്? ആയില്ലേ? അതായത് അങ്ങനെയാണ് എന്നോട് എല്ലാ പരിപാടിക്കും പറയാം. അപ്പൊ അതെല്ലാവരും എന്റെ സൈഡ് ഒന്ന് മനസ്സിലാക്കുക. എനിക്ക് പറ്റണത്ര മൂപ്പരെ കണ്ണ് തെറ്റിച്ചിട്ട് ഞാൻ പറ്റണത്ര ആൾക്കാരെ ഇപ്പൊ ഫോട്ടോ എടുത്തേക്കണേ. പക്ഷെ എന്നാലും മൂപ്പരും നല്ല ഫ്രണ്ട്ലി ആയിരുന്നു. പറ്റണത്ര ചെറിയ കുട്ടികളെയും ഉമ്മമാരെയൊക്കെ മൂപ്പരും കെയർ ചെയ്യുന്നുണ്ട്. മൂപ്പരും കുറേയൊക്കെ എടുത്ത് അങ്ങനെ തീരെ സമ്മതിക്കാത്തവരുണ്ട്. മൂപ്പര് കുറച്ചൊക്കെ സമ്മതിച്ച്. അപ്പൊ നമ്മളെ GCC കരിയറിൽ ഇതുപോലൊരു പരിപാടി ചാവി പോയിക്കോട്ടെ, ഇന്ന് ഉറങ്ങിയില്ലല്ലോ പാടില്ല. അതൊക്കെ ചോദിച്ചാൽ തോന്നുന്നു പരിപാടി അടിപൊളി പരിപാടി, ഒന്നും പറയാനില്ല. കോഴിക്കോട് ബീച്ചിൽ കോർഡിനേഷൻ ഒരു സെറ്റ് ചെയ്തതും ഒരു നമ്മളെ ട്രീറ്റ് ചെയ്തതും സിയാ ഗോൾഡിന്റെ ആൾക്കാർ നമ്മളെ ട്രീറ്റ് ചെയ്ത രീതിയും നമ്മളെ കൊണ്ടുവന്നത് നമ്മളെ കെയർ ചെയ്ത് എല്ലാം ടോപ്പ് നോച്ച്. അതിനുപരി നമ്മളെ ആൾക്കാരെ കുറിച്ച് എനിക്ക് എന്ത് പറഞ്ഞിട്ടില്ല. ബ്ലോഗ് കാണുന്നുണ്ടെങ്കിൽ അവിടെ പരിപാടിക്ക് വന്നിട്ടുണ്ട് എന്തായാലും മസ്റ്റായിട്ട് കമന്റ് ചെയ്യാം. നമ്മൾ വന്നിന് ദുബായ് എന്ന് കമന്റ് ചെയ്യുക. നമുക്ക് എങ്ങനെ നിങ്ങളോട് നന്ദി പറയണമെന്ന് അറിയില്ല. കാരണം ഞങ്ങൾ ഒരിക്കലും പ്രതീക്ഷിച്ചല്ല ഇങ്ങനത്തെ ഒരു ആൾക്കാർ, ഇങ്ങനത്തെ ഒരു സംഭവം. അതുകൊണ്ടാണ് സൗണ്ട് വരെ. ഹായ്, നമ്പർ തിരിച്ചു പിടിച്ചാണ്, അല്ലെ എന്നും കോള് വരുന്നുണ്ട്. ഹായ് ഹായ് അപ്പൊ എന്തായാലും എനിക്ക് എങ്ങനെ നന്ദി പറഞ്ഞ അറിയില്ല. പിന്നെ കുറെ ആൾക്കാരോട് എനിക്ക് പറയാനുള്ളത്, സൗണ്ട് സിസ്റ്റം തുടക്കത്തിൽ എൻ്റെ ഇനിയർ പോയി, എനിക്ക് പാട്ട് കേൾക്കൂല. സൈഡത്തെ സ്പീക്കർ ഇതൊന്നും സൗണ്ടറുടെ പ്രശ്നം കൊണ്ടോ കമ്പനിക്കാരുടെ പ്രശ്നം കൊണ്ടോ പോയതല്ല. ആൾക്കാർ തിരക്കിയിട്ട് സൗണ്ട് സബ്വൂഫറിന്റെ ചുറ്റുമില്ലേ എങ്ങനെയുള്ള ആൾക്കാർ നിൽക്കണേ മാത്രം സൗണ്ട്. ഞങ്ങളെ സൗണ്ട് എഞ്ചിനീയർ ആയിട്ട് ഞങ്ങൾക്ക് കോർഡിനേറ്റ് ചെയ്യാൻ ഒരു ഇത് കിട്ടണ്ടേ. സൗണ്ടിനോട് കൈയാട്ടിട്ട് മൂപ്പര് കാണില്ല, മൂപ്പരെല്ലാരും കൂടി മറിഞ്ഞ അതിന്റെ ചുറ്റും ആള് ഫുള്ള് ജനം. അപ്പൊ എങ്ങനെ ഫസ്റ്റ് നമുക്ക് നന്ദി പറയുന്നത് പടച്ചോനോടാണ്. കാരണം ഇത്രയും ആൾക്കാർക്ക് നമ്മളെ കണ്ടന്റ് എത്തിക്കണതിന്. രണ്ടാമത് ഇത്രയും ആൾക്കാരെ സ്നേഹം തിരിച്ചു തരണ കുറച്ച് ആൾക്കാരെ ലിസ്റ്റിൽ പടച്ചോ ഞങ്ങളെ പെടുത്തി. ആർക്കും ഒരു ഉപദ്രവം അല്ലാതെ ഒരു ഹെയ്റ്റും ഇല്ലാത്ത രീതിയിൽ കണ്ടന്റ് ചെയ്ത് പാട്ട് പാടി നടക്കണോണ്ടാണെന്ന് തോന്നുന്നു ഇത്രയും അധികം ജനങ്ങൾ നമ്മളെ ഏറ്റെടുത്തത്. സോ വി ഹനാൻസ് ഫാമിലി ആൻഡ് ഹനാൻഷ കളക്റ്റീവ് താങ്കിങ് യു ഓൾ. ഫാത്തിമ എന്താണ് പറയാനുള്ളത്? ഒന്നും പറയല്ല, അങ്ങോട്ട് പോയത് മാത്രമേ ഓർമ്മയുള്ളൂ. തിരിച്ചു വന്നത് എനിക്ക് ഓർമ്മ. അതിൻ്റെ ഇടയ്ക്കേ ഞാൻ പോകാൻ നേരമുണ്ട്. എന്നെ അയാൾ പറയാം
ഗോ അവേ, ഗോ ഔട്ട്സൈഡ്, ഗോ ഔട്ട്സൈഡ്. അപ്പൊ ഞാൻ പറഞ്ഞില്ല മൈ ഹസ്ബൻഡ്. അപ്പൊ എന്നെ തള്ളി വിടുക. അപ്പൊ എനിക്ക് ഭയങ്കര വിഷമട്ടോ, അജുവാടെ ഒറ്റയ്ക്കായി പോലോ. ഞാൻ വണ്ടി ഒന്ന് നോക്കുമ്പോണ്ട് ഒരാള് ബാഗും പിടിച്ച് അതിന്റെ ഉള്ളിൽ ഇരിക്കുക. ഇങ്ങനെ ആവാൻ പാടുണ്ടോ? എന്നെ നോക്കാൻ വന്ന ആളാ. ബോസ് ആദ്യം വണ്ടി കയറിട്ടോ. അപ്പൊ ഞാന് രണ്ടാമത്തെ സെക്യൂരിറ്റിനോട് പറഞ്ഞ ബ്രദേഴ്സിന്റെ അതൊക്കെ കൊണ്ടിരിച്ച് നടന്ന് ഇവിടുന്ന് ഓടിക്കാൻ പറഞ്ഞിട്ട് ഞങ്ങൾ ആട്ടിവിട്ട്. അപ്പൊ എന്തായാലും ഞങ്ങൾക്ക് ദുബായിനോടും കറാമ, അതുപോലെ തന്നെ നമ്മുടെ ഇവിടുത്തെ ഏരിയ ദേറ, നമ്മുടെ ഈ ബുർജുമാൻ ഏരിയയിലെ എല്ലാ പിന്നെ ഷാർജയിൽ നിന്ന് വന്നവരുണ്ട്, അബുദാബിയിൽ നിന്ന് വന്നവരുണ്ട്, ഒരുപാട് ഏരിയയിൽ നിന്ന്, അജ്മാനിൽ നിന്ന് വന്നവര്, ദുബായിന്റെ സകല ദിക്കളിൽ നിന്നും ആൾക്കാർ എത്തിക്കണേ. ആ വീഡിയോ കണ്ടാൽ ഞങ്ങൾക്ക് അറിയാം. സോ എല്ലാവരോടും ഞങ്ങളെ ഹൃദയം നിറഞ്ഞ് നന്ദി. ഇൻഷാല്ലാ ഇനിയും നമുക്ക് ഫുൾ പാട്ടൊന്നും പാടാൻ പറ്റിയില്ല. യുകെയിലും ഓസ്ട്രേലിയയിലും സ്വിറ്റ്സർലൻഡിലൊക്കെ പരിപാടി വരട്ടെ പ്ലീസ്. ദുബായ്ക്കാരൊക്കെ അങ്ങോട്ട് വരട്ടെ. അപ്പം ഞങ്ങൾക്ക് എങ്ങനെ താങ്ക്സ് പറയണമെന്ന് അറിയൂല കേട്ടോ. ലൈക്ക് ഞങ്ങൾ എങ്ങനെ താങ്ക്സ് പറഞ്ഞാലും അങ്ങനെ പറയല്ലേ. നന്ദികൾ ചൊല്ലിടട്ടെ ദുബായ്ക്ക്, നന്ദികൾ ചൊല്ലിടട്ടെ ഞങ്ങൾ, നന്ദികൾ ചൊല്ലിടട്ടെ, നന്ദികൾ ചൊല്ലിടട്ടെ, നന്ദികൾ ചൊല്ലിടട്ടെ. ഈ വിഷ്വൽസ് ഒക്കെ നിങ്ങളിലേക്ക് എത്തിച്ച ജിമ്മി ഇത്ര തിരക്കുകൾക്കിടയിലും 10,000-കണക്കിന് ജനങ്ങളുടെ തിരക്കുകൾക്കിടയിലും വിഷ്വൽസ് നിങ്ങൾക്ക് വേണ്ടി സമർപ്പിച്ചത്, ഈ വിഷ്വൽസ് നിങ്ങൾക്ക് വേണ്ടി സ്പോൺസർ ചെയ്തിരിക്കുന്നത് ജിമ്മി. യുഎയിലൊക്കെ എല്ലാവരും ബ്രൗൺ ആയിട്ടില്ലായിരുന്നപ്പോ ബ്രൗൺ ഇട്ടിറങ്ങി. അതെ ജിമ്മി അല്ലേ, ജിമ്മി ബ്രൗണി ചുരുണ്ടപൊടിയാ. അപ്പൊ എന്തായാലും ഞങ്ങൾക്ക് എല്ലാവരോടും താങ്ക്സ്. നമ്മൾ ഇനിയും ദുബായിന്റെ 2 ഫ്ലാഗ് വാങ്ങട്ടോ. ഒരു 10 ഫ്ലാഗ് കൊണ്ടുപോകണം നാട്ടിൽ ദുബായിന്റെ. യുഎന്റെ നാഷണൽ ആന്തം പഠിച്ചിട്ട് ചൊല്ലണം നമ്മള്. ഇവിടെ പഠിച്ചു നമുക്കറിയില്ല, പഠിച്ചെന്നാ മതി. എന്തായാലും ഇൻഷാല്ലാ താങ്ക് യു സോ മച്ച് യു എ, താങ്ക് യു സോ മച്ച് അബുദാബി, താങ്ക് യു സോ മച്ച് ഷാർജ, ദുബായ്, കറാമ, ബുർജ്മാൻ, ദേറ, അജ്മാൻ. ഇൻഷാല്ലാ മാഷാല്ലാ അപ്പൊ എന്തായാലും ഒരാളുണ്ടല്ലോ വിഡിസി അല്ലെങ്കിൽ. അപ്പോൾ എന്തായാലും എല്ലാവരോടും ബിഗ് താങ്ക്സ്. ബ്ലോഗ് ഇഷ്ടമാക്കണം എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. വി ആർ അബൌട്ട് ടു ഹിറ്റ് 21 lakh സബ്സ്ക്രൈബേഴ്സ്. നമ്മൾ അതിലേക്കാണ് കടന്നു പോകുന്നത്. അപ്പോൾ ഇനിയും ഊർജ്ജമേറിയ അധികം ബ്ലോഗ്സുകൾ വരുന്നതാണ്. അപ്പോൾ ഇതുപോലുള്ള പരിപാടികൾക്കായി പ്ലീസ് കോൺടാക്ട് അവർ മാനേജർ. ഇന്നത്തെ പരിപാടിക്ക് 9 പേർക്കുള്ള ടിക്കറ്റും 9 പേർക്കുള്ള കോർഡിനേഷൻ, അവർക്ക് നാട്ടിൽ നിന്നും എയർപോർട്ടിൽ എത്താനുള്ള ടിക്കറ്റ്സ് തുടങ്ങി, അവിടെ നിങ്ങോട്ടുള്ള കോർഡിനേഷൻ, എയർപോർട്ട് ബോർഡിംഗ് തുടങ്ങി, ഇമിഗ്രേഷൻ പറട്ടെ എന്ത് ബോർഡിംഗ് പാസ് തുടങ്ങി, എമിഗ്രേഷൻ തുടങ്ങി, ഫ്ലൈറ്റിലെ എമർജൻസി എക്സിറ്റ് വരെ ശാശ്വതമാക്കി. ഓരോ നേരവും ബ്രേക്ക്ഫാസ്റ്റിന് എല്ലാവരും ഉണ്ട് ഉറങ്ങി എന്ന് ഉറപ്പുവരുത്തി. ലഞ്ചിന് എല്ലാവരും കാറിൽ കൃത്യമായി കയറി എന്ന് ഉറപ്പുവരുത്തി. ലഞ്ചിന് പോയപ്പോൾ എല്ലാവരും കാറിൽ നിന്ന് ഇറങ്ങി എന്ന് കൃത്യമായി ഉറപ്പുവരുത്തി. ലഞ്ച് കഴിച്ചപ്പോൾ സ്കൂൾ കുട്ടികളെ പോലെ ബാഗ് കൊണ്ട് ഹിൻലെസിന്റെ ടീഷർട്ട് വിറ്റ് ചരിത്രം നേടിയ സ്നേഹോപകാരം. എന്താ ഇതെന്താ സോപ്പ് കുജി ഫിലിം മച്ചാനെ എങ്ങോട്ട് വരി കാണാനും നിങ്ങൾ ഇങ്ങോട്ട് വരോ? വരി കണ്ടില്ല, കാണാനും സംസാരിക്കാനൊന്നും പറ്റിയില്ല തിരക്കില്. പോന്നുട്ടോ നിങ്ങളപ്പല്ലേ അടുത്ത് പറ കൊടൈ
എന്താ നീ വെള്ളത്തിലൊക്കെ വെള്ളത്തിൽ മുക്കുക, തുപ്പലാക്കിട്ട് വെള്ളത്തിൽ മുക്കുക. അത് ഫസ്റ്റ് എത്തി, അത് വരൂല അടുത്ത വെച്ചിട്ട് അവിടെ ഞെക്കിയാൽ മതി. ഈ ലൈറ്റ് മാറ്റി. അല്ലല്ല, ഇത് ഫ്രണ്ടാണ്, ഇത് ഫ്രണ്ട് ലൈറ്റ് ഇങ്ങോട്ട് വെക്കണം, അപ്പളേ കിട്ടുള്ളൂ. അതിന് ഫ്ലാഷ് അടിക്കും. അല്ലടാ, അതെന്നാ ഇത് ബാക്കോട്ട് ആക്കും. ഞാൻ ഇപ്പൊ ഫ്രണ്ട് ക്യാമിന്റെ വെച്ചിരിക്കുന്നത്. ബാക്കോട്ട് ആക്കിയാൽ മതി. ഒരു ഫോട്ടോ എടുത്തോ എന്തായാലും. ഇനി ബാക്കിന്ന് ഇനി അത് നീ അല്ലല്ല, ഇത് അതാണ് ഇത്. അതിൽ കൂടി നോക്കിയിട്ട് നീ ഇവിടെ ക്ലിക്ക് ചെയ്താൽ വരുമോ ആവോ നോക്കാവേ. ക്യാമറമാൻ ഈച്ചുവിനോടൊപ്പം ഹനൻഷ കളക്റ്റീവ് സൈനിങ് ഓഫ്. ചെങ്ങായി ആ സാധനം ആദ്യം പുറത്തേക്ക് അതല്ല, അവിടെ നിക്ക് ഒരു വട്ടം നിക്കാ മതി. അപ്പൊ മഞ്ഞ ലൈറ്റ് എത്തും. നിങ്ങളൊരു അഭിപ്രായം വരി വ്ളോഗിൽ. സൂപ്പർ ആയിട്ടുണ്ട്. ഇഷ്ടപ്പെട്ട അടിപൊളി. താങ്ക് യു സോ മച്ച് ഗൈസ്. നിക്കി നമുക്ക് കിട്ടും നല്ല ഫോട്ടോ. ഫുഡ് കാര്യങ്ങളൊക്കെ ഓക്കെ. അതിന്റെ ഫിലിം ഇതൊന്നല്ല, ഇതാണ് ഇതില് സൂര്യഗ്രഹണം കിട്ടും. ഞങ്ങള് പോയതല്ലേ പോക്കല്ലേ, ഇതെന്താ സംഭവം, ഇത് എടുക്കുമ്പോ വേറെ ലൈറ്റ്സ് ഒന്നും ഓൺ ആവാൻ പാടില്ല. ലൈറ്റ്സ് ഓഫ് ആവണം. നോക്ക് പോയിട്ടോ. കുജി ഫിലിമും സാറാട്ടോ. ഒരു പാക്കറ്റ് പൈസ പോട്ടെ ഫാത്തിമ, പവർ വരട്ടെ. ഇതെനിക്ക് അജു വാലന്റൈൻസ് ഡേക്ക് ഗിഫ്റ്റ് തന്നു. അജു ഒറിജിനൽ പൂക്കി. അജു സൈലന്റ് പൂക്കി. തന്റെ കാമുകിക്ക് കോഫിയിൽ എടുത്ത നല്ല ഫോട്ടോ കിട്ടോ. എന്താ ഇതിങ്ങനെ പച്ച കിട്ടുള്ളൂ? വേറെ എടുത്തില്ലേ? പാടില്ല, അതില് ഫ്ലാഷ് വരുന്നോണ്ട്. അല്ല ഇത്ര കിട്ടുള്ളൂ, അത് അഞ്ഞും കളറോ? നല്ല കളർ ഫോട്ടോ കിട്ടും ഈ ലൈറ്റ്സ് ഒക്കെ ഓഫ് ആയാലേ. അപ്പൊ അതങ്ങനെ സെറ്റ് ആവണ്ടിട്ടാ. ആഷികാക്ക ആദ്യമായിട്ടാണ് ഹനാൻഷ നമ്മളെ ടീമിന്റെ കൂടെ കളക്റ്റീവിന്റെ കൂടെ വർക്കിന് വരുന്നത്. എങ്ങനെ ഉണ്ടായിരുന്നു ദുബായ്? ദുബായ് ഒന്നും പറയാല്ല. ഉച്ചക്കൊന്നും നമ്മൾ അങ്ങനെയല്ലേ, ആളിത്ര പ്രതീക്ഷയില്ല കേട്ടോ. പക്ഷെ ഓരന്നെ ആകെ എന്തോ കിട്ടണം. സൗണ്ട് സിസ്റ്റം നമുക്ക് എന്താ ചെറുതായി പോയി. ഇത്ര ആളാണെങ്കിൽ കുറച്ച് വലുതോ പണി. ഞാൻ ഉച്ചക്ക് ഓരോട് പറഞ്ഞു. അപ്പൊ ഓരെന്താ പറഞ്ഞോ, അതിനുള്ള പെർമിഷൻ ഇവിടെ ഇല്ല, പോലീസ് കൊണ്ടുപോകും, തൂക്കി കൊണ്ടുപോകുന്ന പറഞ്ഞത്. ഞാൻ അവരോട് ഇത് കണ്ടപ്പോ എനിക്ക് തന്നെ തോന്നി അനുയോ നമുക്ക് തരല്ലേ നമ്മളെ പരിപാടിക്ക് എത്ര ആളുണ്ടാവും. ഞാൻ അവരോട് പറഞ്ഞോ അത്ര സെറ്റ് ബോർഡ് ചെയ്യാൻ പറ്റൂല, ദുബായ് അങ്ങാടിന്നാണ് പരിപാടി. അത്ര ആൾക്കാരുണ്ട്. ഫോട്ടോ സെറ്റ് ആയിട്ടാ. അപ്പൊ ഗൈസ് എല്ലാരും അഭിപ്രായങ്ങൾ കേട്ടു. എല്ലാവർക്കും പറയാനുള്ളതൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും വിചാരിക്കണോ. വൺസ് അഗൈൻ ഇത് സീന്. വൺസ് അഗൈൻ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ഗൈസ്. അപ്പോൾ വ്ളോഗ് ഇഷ്ടങ്ങൾ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മളെ കൊണ്ടോണ്ടേ ഇനി കുറച്ചുകൂടി കഴിഞ്ഞിരിക്കണം. അപ്പൊ എന്തായാലും താങ്ക് യു സോ മച്ച് ഫോർ കമ്മിങ് ഗൈസ്. താങ്ക് യു സോ മച്ച് ദുബായ്. ഐ ലവ് യു ഓൾ. വന്ന എല്ലാവരോടും സ്നേഹം മാത്രം. താങ്ക് യു സോ മച്ച്. ലവ് യു ഗൈസ്. ബൈ ബൈ. ഐ ലവ് യു. ബൈ ബൈ. കുറുമ്പ